സംഭവമൊക്കെ ശരി തന്നെയാണ്. ബീഫ് ഇന്നത്തെ കാലത്ത് അധികം കഴിക്കാനൊന്നും പാടില്ല. എന്നാലുണ്ടല്ലോ ബീഫ് വരട്ടിയതിൻ്റെ ആ മണോ ആ ടേസ്റ്റും കൂടി ഇങ്ങോട്ട് വരുമ്പോഴല്ലോ ഒരു രക്ഷയില്ല അല്ലേ. പ്രത്യേകിച്ച് കുഞ്ഞുള്ളി കുരുമുളകും കൂടി ചേർത്ത് വരട്ടിയതാണെങ്കിലോ പൊള്ളിച്ച് ഒരു രക്ഷയില്ല. അപ്പം നമുക്കിന്ന് ബീഫ് കുഞ്ഞുള്ളിയും കുരുമുളകും ഇട്ട് വരട്ടാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-20ഓളം ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. അരച്ചെടുക്കരുത്, ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇത് അസലായിട്ട് ഒരു 3/4 ഭാഗത്തോളം വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞുന അരിഞ്ഞിട്ട് ചേർത്താലും മതി, പക്ഷേ പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആ തക്കാളിയുടെ ആ റോസ്മെല്ലൊന്ന് മാറുന്ന വരെ വീണ്ടും നമുക്ക് എല്ലാം കൂടി ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ആ പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്നും കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയിൽ ചേർക്കുന്നില്ല, കുരുമുളകാണ് പകരം ചേർക്കുന്നത്. ഇനി ഇതാ നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ബീഫ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്, അതിതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതൊന്നങ്ങ് തിളച്ച് വരണം. അത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നും കൂടി അങ്ങ് വരട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. 1/2 ടീസ്പൂണോളം മതി ഗരം മസാലപ്പൊടി. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നങ്ങ് ചേർത്തിട്ട് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ സംഭവം സെറ്റായി. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയും കുരുമുളകും ചേർത്ത് വരട്ടിയെടുത്തിട്ടുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.